ഹരി ഓം. അടുത്ത തിരുനാമമാണ് മണിപൂരാന്തരുദിത എന്നത്. മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി. മണിപൂരാന്തരുദിത, മണിപൂരം അന്തർ ഉദിത. മണിപൂരകം എന്ന് പറയുന്ന ചക്രത്തിൻ്റെ അന്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഉദിത, ഉദിച്ചവൾ. മണിപൂരക ചക്രത്തിൻ്റെ ഉള്ളിൽ ഉദിച്ചവൾ, ഉദിച്ചു നിൽക്കുന്നവൾ. അപ്പം നമ്മൾ നോക്കിയാൽ ദേവി ഇങ്ങനെ മണിപൂരക ചക്രത്തിൻ്റെ ഉള്ളിൽ ഉദിച്ചു നിൽക്കുന്നത് കാണാൻ പറ്റില്ല. നമ്മൾ ഇത് പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു. ദേവിയുടെ ഈ ലളിതാ സഹസ്രനാമത്തിലെ പല നാമങ്ങൾക്കും പല പ്രാധാന്യമാണുള്ളത്. ചിലത് മഹാസിദ്ധന്മാർക്ക് കാലാകാലങ്ങളിൽ ദേവി കൊടുത്ത ദർശനമാണ് ചിലതിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഗുഡാന്നപ്രീതമാനസ, ഗുഡം എന്ന് പറഞ്ഞാൽ ശർക്കരയാണ്. ഗുഡാന്നപ്രീതമാനസ, ഗുഡാന്നം, ഗുഡവും അന്നവും, ശർക്കര പായസം. ഗുഡാന്ന പ്രീതമാനസ, ഇത് പിന്നീട് വരുന്ന ഒരു നാമമാണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഈ ഗുഡാന്നപ്രീതമാനസ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദേവിക്ക് ശർക്കര പായസം മാത്രമാണോ ഇഷ്ടം? അല്ല. ആ പേര് വരാൻ കാരണം ചില പ്രത്യേക കാര്യങ്ങൾക്കു വേണ്ടി നിങ്ങൾ ദേവിക്ക് ശർക്കര പായസം നിവേദിക്കുക. അതുകൊണ്ട് ദേവി പ്രീതയാകും. പ്രീതയാകുമെന്ന് പറഞ്ഞാൽ ദേവി ദേഷ്യപ്പെട്ടിരിക്കുകയൊന്നുമല്ല പ്രീതയാകാൻ. അതുകൊണ്ട് പ്രീതയാകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കും, കാര്യസിദ്ധി ഉണ്ടാകും. അപ്പോൾ ചില കാര്യങ്ങൾക്ക് ശർക്കര പായസം നിവേദിക്കണം, ചിലതിന് പാൽപ്പായസമാണ് നിവേദിക്കുക. അതുകൊണ്ടാണ് ഗുഡാന്നപ്രീതമാനസ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് പിന്നീട് വരും ഗുഡാന്നപ്രീതമാനസ. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മണിപൂരാന്തരുദിത. അപ്പോൾ ഈ ഗുഡാന്നപ്രീതമാനസ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഋഷീശ്വരന്മാർക്കും ഈ ഉപാസകന്മാരായ മഹാസിദ്ധന്മാർക്ക് ഈ ഗുഡാന്നം, അതായത് ശർക്കര പായസം നിവേദിച്ചപ്പോൾ അഭൂതപൂർവമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അത് സൂചിപ്പിക്കാനാണ് ആ വാക്ക് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഴയ കാലത്തെ മഹാസിദ്ധന്മാർക്ക് ശർക്കര പായസം നിവേദിച്ചപ്പോൾ പല അനുഭവങ്ങളും ഉണ്ടായി. അതുപോലെയാണ് ഇവിടെ മണിപൂരാന്തരുദിത എന്ന് പറഞ്ഞിരിക്കുന്നത്. മണിപൂരക ചക്രത്തിനുള്ളിൽ ഉദിച്ചവൾ. അപ്പോൾ ഏതോ യോഗികൾക്ക്, ഏതോ പ്രത്യേക സമ്പ്രദായത്തിലെ യോഗികൾക്ക് മണിപൂരക ചക്രത്തിൽ ദേവി എങ്ങനെ ഉദിച്ചു പ്രകാശിച്ചു നിൽക്കുന്നതായി ദർശനം കിട്ടി. അവരെ അങ്ങനെ കാണിച്ചു കൊടുത്തു. അതിനാണ് മണിപൂരാന്തരുദിത എന്ന് ദേവിയുടെ പേര് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് സിദ്ധന്മാരുടെ അനുഭവമാണ്. അപ്പം മണിപൂരകം എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി, 6 ചക്രങ്ങളുണ്ട് നമ്മുടെ ശരീരത്ത്. അപ്പോൾ തലച്ചോറിൻ്റെ സ്ഥാനത്ത് സഹസ്രാര പത്മം എന്ന് പറയും, 1000 ഇതളുള്ള താമര എന്നാണ് ആ വാക്കിനർത്ഥം. 1000 ഇതളുള്ള താമര. ഇത് വാസ്തവത്തിൽ നമ്മുടെ തലച്ചോറിൻ്റെ സ്ഥാനത്ത് താമരയൊന്നുമില്ല. ഈ സൂചിപ്പിക്കുന്നത് സിദ്ധന്മാർക്ക് ഒരു ഘട്ടം എത്തുമ്പോൾ ചില ദർശനങ്ങളുണ്ടാവും. അപ്പോൾ അവർ നോക്കുമ്പോൾ അവരുടെ ദൃഷ്ടിയുടെ ശക്തി വളരെയധികം വർദ്ധിക്കും. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പലർക്കും എന്നെ ചീത്ത വിളിക്കണമെന്ന് തോന്നുമായിരിക്കും. എന്നാലും വേണ്ടില്ല, ഇതൊക്കെ രഹസ്യങ്ങളാണ്. ഇത് സിദ്ധന്മാർക്കുള്ള അനുഭവങ്ങളാണ്. ഞാൻ ഈ അനുഭവങ്ങളിൽ പലതും നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് ഈ അനുഭവങ്ങൾ വന്നിട്ടില്ല, പക്ഷേ ഈ അനുഭവങ്ങൾ നേരിട്ട് കിട്ടിയ വ്യക്തികളുമായി ഞാൻ സംസാരിച്ച് എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചക്രങ്ങൾ, സഹസ്രാര പത്മം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ സ്ഥാനത്തുള്ള ഊർജപ്രവാഹത്തിന് പറയുന്ന പേരാണ്. പ്രാണ ഊർജം, തലച്ചോറിലെ പ്രാണ ഊർജത്തിന് പറയുന്ന പേരാണ്, പ്രാണശക്തിക്ക് പറയുന്ന പേരാണ് സഹസ്രാര പത്മം. കാരണം യോഗികൾ നോക്കുമ്പോൾ 1000 ഇതളുള്ള ഒരു താമര, 1000 ഇതളല്ല, അവിടെ സഹസ്രം എന്ന വാക്കിന് 1000 എന്നല്ല അർത്ഥം. സർവം വൈ സഹസ്രം, സർവം എന്നാണ്. പലരും അതിനെ 1000 എന്ന് വ്യാഖ്യാനിക്കുന്നത് കണ്ടിട്ടുണ്ട്. സർവം വൈ സഹസ്രം. നമ്മുടെ പുരുഷ സൂക്തം ഉണ്ടല്ലോ ഋഗ്വേദത്തിൽ, പുരുഷ സൂക്തത്തിലും അങ്ങനെ തന്നെയാണ്. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. അപ്പോൾ പുരുഷൻ, അതായത് പരബ്രഹ്മം, സഹസ്രശീർഷ, 1000 ശീർഷം തലയുള്ളവനാണ്. ശീർഷമെന്ന് പറഞ്ഞാൽ തല.
ഈശ്വരൻ 1000 തലയുള്ള ആളാണെന്ന് എങ്ങനെ പറയും? എന്തൊരബദ്ധമാണ്. അവിടെ വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത് സർവം എന്നാണ്. സഹസ്രത്തിന് സർവം എന്നൊരർത്ഥമുണ്ട്. അതായത് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന എല്ലാ ശിരസ്സുകളും, ഓരോ ആളിൻ്റെയും ജീവനുള്ള എല്ലാറ്റിൻ്റെയും ശിരസ്, തല, അത് ആരിൽ സ്ഥിതി ചെയ്യുന്നുവോ അവനാണ് സഹസ്രശീർഷനായ പുരുഷൻ. കാരണം നമ്മൾ കാണുന്ന തലകളെല്ലാം ഈശ്വരൻ്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് സഹസ്രശീർഷ പുരുഷ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെയാണ് ഇവിടെയും സഹസ്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ തലച്ചോറിനുള്ളിൽ നിന്ന് എത്ര പ്രാണോർജങ്ങൾ എന്തൊക്കെ ജോലി ചെയ്യുന്നുവോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. തലച്ചോറാണ് നമ്മുടെ ശരീരത്തിലെ സകല ജോലിയും ചെയ്യുന്നത്. നമ്മുടെ ഒരു വിരലിൻ്റെ ഒരു ചെറിയ മസിലിനകത്ത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്ന് നിങ്ങളൊരു ഡോക്ടറോട് ചോദിച്ചാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എത്ര തരത്തിലുള്ള ഡോക്ടർമാരുണ്ട്? പ്രസവത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ്, സ്ത്രീരോഗ സ്പെഷ്യലിസ്റ്റ്, ഔഷധങ്ങളുടെ മാത്രം സ്പെഷ്യലിസ്റ്റ്, കരൾ രോഗ സ്പെഷ്യലിസ്റ്റ്, കുടൽ രോഗ സ്പെഷ്യലിസ്റ്റ്, നെഞ്ചിൻ്റെ സ്പെഷ്യലിസ്റ്റ്, തലയുടെ സ്പെഷ്യലിസ്റ്റ്, നാഡീവ്യൂഹത്തിൻ്റെ മൊത്തം സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ ഇതിനൊക്കെ ഇത്രയും സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ശരീരം അത്രയ്ക്ക് സങ്കീർണമാണ്. അതുകൊണ്ടാണ് ഇത്രയധികം സ്പെഷ്യലിസ്റ്റുകളുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ സങ്കീർണമായ മനുഷ്യ ശരീരത്തെ മൊത്തം നിയന്ത്രിക്കുന്നത് അവൻ്റെ തലച്ചോറാണ്. അപ്പോൾ തലച്ചോറിനകത്ത് എത്ര തരത്തിലുള്ള പ്രാണോർജമാണുള്ളത് എന്ന് ചിന്തിച്ച് നോക്കണം. എത്രയോ തരത്തിലുള്ള പ്രാണോർജമുണ്ട്. ഇതിനെ എല്ലാറ്റിനും കൂടെ ഒരുപാട് തരത്തിലുള്ള എണ്ണിയാലൊടുങ്ങാത്ത പ്രാണോർജത്തിൻ്റെ സ്രോതസ്സാണ്, ഉത്ഭവസ്ഥാനമാണ് തലച്ചോറ്. അതുകൊണ്ടാണ് തലച്ചോറിലെ ഊർജത്തെ സഹസ്രാരപത്മം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സഹസ്രാരപത്മം തലച്ചോറിലെ ഊർജപ്രവാഹമാണ്, പ്രാണോർജം. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ മനുഷ്യ ശരീരം ഉണ്ടാകും, മനുഷ്യ ശരീരത്തെക്കുറിച്ച് മാത്രം നമ്മളിപ്പോൾ മനസ്സിലാക്കുക. മനുഷ്യ ശരീരം ഉണ്ടാകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരുപക്ഷേ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു വാലുമാക്രി പോലെ ഒരു സാധനമാണ് ആദ്യം. പുരുഷൻ്റെയും സ്ത്രീയുടെയും ബീജങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് പതുക്കെ പതുക്കെ ഉണ്ടായി വരുന്ന നമുക്ക് വ്യക്തമാകുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ ഒരു തലയും ഒരു വാലും കൂടെ കാണുക, വാലുമാക്രി പോലെ ഒരു സാധനം. അപ്പോൾ അതിൻ്റെ തലഭാഗത്ത് ആത്മാവുണ്ട്. ആത്മാവ് വന്ന് അതിലേക്ക് സന്നിവേശിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ആത്മാവ് അവിടെ ഇരുന്നു കൊണ്ട് ആദ്യം തലച്ചോറിനെ നിർമ്മിക്കും. അതിനുശേഷം താഴോട്ട് വരും, നെറ്റിയുടെ നേർക്ക് വന്ന് ഊർജത്തെ, ആത്മാവിൽ നിന്നാണ് ഈ ഊർജം ഉണ്ടാകുന്നത്, നെറ്റിയുടെ നേർക്ക് വന്ന് അവിടെ ഒരു സ്വിച്ച് പോലെ അവിടെ നിലകൊണ്ടിട്ട് ബാക്കി മുഖത്തെയും അതുപോലെയുള്ള അവയവങ്ങളെയും മുഴുവൻ സൃഷ്ടിക്കും. അതിനുശേഷം താഴെ കണ്ഠത്തിലേക്ക് വരും, അവിടെ ഇരുന്നു കൊണ്ട് നെഞ്ചു മുഴുവൻ സൃഷ്ടിക്കും. അവിടുന്ന് താഴേക്ക് നെഞ്ചിന് നേരെ ബാക്കിൽ വരും, അതിന് ചുറ്റിനുമായിട്ടുള്ള അവയവങ്ങളെ സൃഷ്ടിക്കും. പിന്നീട് അത് താഴേക്ക് വന്ന് നട്ടെല്ലിലൂടെ താഴേക്ക് വന്നതിന് ശേഷം നമ്മുടെ ഉരസ്സും ഉദരവും നെഞ്ചും വയറും ഇത് രണ്ടും കൂടെ ചേരുന്ന, ഇംഗ്ലീഷിൽ ഡയഫ്രം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിന് നേർക്ക് നട്ടെല്ലിലിരുന്നു കൊണ്ട് ആ ഭാഗത്തെ മുഴുവൻ സൃഷ്ടിക്കും. അതിനുശേഷം താഴോട്ട് പൊക്കിളിന് നേർക്ക് വന്ന് അവിടെ ഇരുന്നു കൊണ്ട് പൊക്കിളിന് ചുറ്റിനുമായുള്ള എല്ലാ അവയവങ്ങളെയും സൃഷ്ടിക്കും. അതിനുശേഷം പിന്നെ താഴേക്ക് പോകും. മലദ്വാരത്തിനും ജനനേന്ദ്രിയത്തിനും ഇടയിലായി നട്ടെല്ലിൻ്റെ ആ നേർക്ക് നട്ടെല്ലിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ആ ഭാഗത്തുള്ള എല്ലാ അവയവങ്ങളെയും സൃഷ്ടിക്കും. അപ്പോൾ ഇത്രയും ആയി കഴിയുന്നതോടെ ഒരു ശിശു പൂർണ്ണമായി സൃഷ്ടിക്കപ്പെടും. ഇങ്ങനെയാണ് ഒരു ശരീരം സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും താഴെ ഇരുന്നു കൊണ്ടാണല്ലോ രണ്ട് കാലും പിന്നെ മലദ്വാരവും മൂത്രദ്വാരവും ജനനേന്ദ്രിയങ്ങൾ അത് ബാക്കിയുള്ള അവയവങ്ങൾ മുഴുവൻ സൃഷ്ടിക്കുന്നത്. എന്നിട്ട് ഈ ഊർജം അവിടെ തന്നെ ഇരിക്കും. കാരണം അവിടെ ഇരുന്നെങ്കിലേ ഇതിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഏറ്റവും താഴത്തെ ഊർജത്തിൻ്റെ സ്വിച്ചിന് പറയുന്ന പേരാണ് മൂലാധാരം. അതിനു മുകളിൽ സ്വാധിഷ്ഠാനം, അതായത് പൊക്കിളിന് നേർക്ക്. അതിനു മുകളിൽ ഉദരത്തിനും ഉരസ്സിനും, നെഞ്ചിനും ഉദരത്തിനും
നേർക്ക് നട്ടെല്ലിലുള്ള ചക്രത്തിൻ്റെ പേരാണ് മണിപൂരകം. അതിനു മുകളിൽ നെഞ്ചിന് നേർക്ക് അനാഹതം, തൊണ്ടയിൽ വിശുദ്ധി, നെറ്റിക്ക് നേർക്ക് ആജ്ഞ. ഇങ്ങനെയാണ് 6 ചക്രങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ ആചാര്യൻ പറയുന്നത് മണിപൂരാന്തരുദിത, മണിപൂരാന്തരുദിത, മണിപൂരക, അതായത് യോഗികൾക്ക് സാധന ചെയ്ത ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ തൻ്റെ മണിപൂരക ചക്രത്തിൽ ദേവി ഉദിച്ചു നിൽക്കുന്നതായി അനുഭവപ്പെടും. അതിനെ സൂചിപ്പിക്കാനാണ് ഈ തിരുനാമം പറഞ്ഞിരിക്കുന്നത്, മണിപൂരാന്തരുദിത എന്ന്. എല്ലാവർക്കും മാതൃസ്മരണ ഉണ്ടാവട്ടെ.